എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് നമ്മളുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മട്ടൻ്റെ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു മട്ടനൊക്കെ കിട്ടിയിരുന്നു. ഞങ്ങളത് പീസാക്കി 1 കിലോ അതിനുവേണ്ടി പീസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. അതിന് നമുക്ക് കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. ഓക്കെ, മല്ലി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, നമുക്ക് ഗരം മസാല 1 ടീസ്പൂൺ ചേർക്കാം. അതല്ല എങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്താലും മതി. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഓക്കെ, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരല്പം ഇഞ്ചിയും ഒരല്പം വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കുന്നു. ഇതെല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പിൽ വെക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഇനി അതിന് വഴറ്റി ചേർക്കാനുള്ളതോടെ കാണിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി, ആക്ച്വലി ചുമന്നുള്ളിയാണ് ഏറെ ഇടുന്നത് നല്ലത്. സവോളയേക്കാളും ഏറെ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ നല്ലത്. ഓക്കെ, സവോള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കരിയാപ്പില. പിന്നീട് നമുക്ക് അത് വഴറ്റുന്ന സമയത്ത് ചേർക്കേണ്ടതായ പൊടികളൂടെ ഞാനിപ്പോൾ പറയുന്നു. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കണം. ഓക്കെ, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. ഓക്കെ, അപ്പോൾ ഈ പൊടികൾ നമ്മൾ ഈ ഇഞ്ചി ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ചേർക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പം ഏറ്റവും ഒടുവിൽ നമുക്ക് ആവശ്യമുള്ളത് വീണ്ടും കുരുമുളക് പൊടി ഉണ്ട്. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇത്രയാണ് നമ്മുടെ പൊടി കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കുക്കറി വെച്ചപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഒരു നാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നന്നായി ഒന്നും കൂടെ ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഒരു 4 വിസിലെങ്കിലും കേൾക്കണം. നമ്മൾ ഓരോന്നും കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ കുക്കറിന് ഒരു 4 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ മട്ടൻ വേകാനായിട്ട്. അതിനുശേഷം നമുക്ക് കാണാം. നമ്മുടെ മട്ടൻ ഇവിടെ വെന്തിട്ടുണ്ട്. അത് അടുപ്പിൽ വെച്ച സമയത്ത് ഏറ്റവും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു നല്ല വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് മീഡിയം ഫ്ലെയിമിലാക്കി ഞാനൊരു 4 വിസിലൂടെ പിന്നെ അടുപ്പിച്ചു. അപ്പോൾ ടോട്ടൽ 5 വിസിലടിച്ചു. അപ്പം നല്ലപോലെ നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇത് വഴറ്റാനായിട്ട് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ശരി, നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലപോലെ വഴറ്റി ഇതിലേക്ക് നമ്മൾ മുൻപ് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർക്കുക. നേരത്തെ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളത്. അത് നമ്മൾ ചേർത്ത് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി അതിലേക്ക് ഞാൻ മുമ്പേ ടൊമാറ്റോയുടെ കാര്യം പറഞ്ഞില്ല. ഒരു ചെറിയ ടൊമാറ്റോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ നല്ലതായിരിക്കും. നല്ലപോലെ ഒന്ന്
ടൊമാറ്റോ നല്ലപോലെ വെന്തലിയുന്ന സമയത്ത് നമുക്ക് ബാക്കി ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിക്കെല്ലാം നല്ലപോലെ വെന്ത് വഴന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർക്കാം. അതിലേക്ക് നന്നായി ഇളക്കുക. ഒരു 15-20 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് വേകട്ടെ. വെന്തതാണ്, എന്നാലും അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. അപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നല്ലപോലെ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്താനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കൊരൽപ്പം പെരുംജീരകത്തിൻ്റെ പൊടി, ഒരൽപ്പം ഗരം മസാല, എല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ച് കുറച്ച് കുരുമുളക് പൊടി, അതൊന്നും കൂടെ ചേർത്ത് നമ്മൾ ഇളക്കിയത് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. മട്ടനൊക്കെ നല്ലപോലെ വെന്തു. അതിൻ്റെ അരപ്പും പൊടികളും ഒക്കെ നല്ലപോലെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കരിയാപ്പിലയും കൂടെ നമ്മുടെ സ്പെഷ്യലാണല്ലോ. അതിനുശേഷം നമ്മളിനി നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടച്ചു വെക്കുന്നു, തീ ഓഫ് ചെയ്യുന്നു. നമ്മുടെ മട്ടൻ കറി അങ്ങനെ റെഡിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്നെയാണ് ഇന്ന് ടേസ്റ്ററായിട്ട് വിളിച്ചേക്കുന്നത്. കണ്ടോ, നോക്കട്ടെ. സംഗതിയുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് നല്ല തകർപ്പൻ സാധനമാണെന്ന് തോന്നുന്നു. എന്താ, നല്ല ഫ്രഷ് മട്ടൻ നമ്മൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കൊള്ളാം. പിന്നെ മട്ടൻ കറി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തി മട്ടനും മട്ടൻ്റെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ.